50 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ ഒരു പുതിയ ഓയിൽ റിഫൈനറി. ചിലവ് വരുന്നത് $300 ബില്യൺ. അതും ഇന്ത്യയുടെ ഒരു കമ്പനിയാണ് പ്രധാന പങ്കാളിയായുള്ളത്. അതെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഈ വമ്പൻ പദ്ധതി ലോക ഊർജ്ജ രാഷ്ട്രീയം തന്നെ മാറ്റാൻ പോകുന്ന നീക്കമാണെന്നതാണ് വിലയിരുത്തൽ. ഈ പ്രോജക്റ്റിന്റെ പിന്നിൽ ഇന്ത്യയിലെ ശക്തനായ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ്, അതിന്റെ തലവൻ മുകേഷ് അംബാനിയും. പക്ഷെ ചോദ്യം, എന്തുകൊണ്ട് ഇപ്പോൾ? എന്തുകൊണ്ട് അമേരിക്ക? ഇതിൽ നമ്മുടെ രാജ്യത്തിന് കിട്ടുന്ന ഗുണം എന്ത്? വിശദമായി തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. അമേരിക്കയിലെ ടെക്സസിലെ പോർട്ട് ഓഫ് ബ്രോൺസ്വില്ലെ പ്രദേശത്ത് $300 ബില്യൺ ചെലവിൽ ഒരു പുതിയ ഓയിൽ റിഫൈനറി നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്ന വലിയ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അമേരിക്ക ഫസ്റ്റ് റിഫൈനിങ് എന്ന കമ്പനിയാണ്. ഇത് സാധാരണ റിഫൈനറി അല്ല. അമേരിക്കയിൽ ഏകദേശം 50 വർഷങ്ങൾക്ക് ശേഷം നിർമ്മിക്കുന്ന ആദ്യത്തെ വലിയ ഗ്രീൻ ഫീൽഡ് റിഫൈനറിയാണിത്. ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ഈ വാർത്ത പ്രഖ്യാപിച്ചത്. ട്രംപിന്റെ വാക്കുകൾ പ്രകാരം ഇത് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ കരാറാണ് എന്നതാണ്. ഈ പദ്ധതി പൂർത്തിയായാൽ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് തുറക്കപ്പെടുന്നത്. അമേരിക്കയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി വർധനം, ലോക മാർക്കറ്റിലേക്ക് വലിയ എക്സ്പോർട്ടുകൾ എല്ലാം ഒരുമിച്ചുണ്ടാകുമെന്നതാണ് പറയപ്പെടുന്നത്. ഈ പദ്ധതിയിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിൽ ഇന്ത്യയുടെ മാസ് എൻട്രി ഉണ്ടായി എന്നതാണ്. ഇന്ത്യയിലെ എനർജി ഭീമൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ഈ റിഫൈനറി പ്രോജക്റ്റിന് വലിയ സാമ്പത്തിക പിന്തുണ നൽകുമെന്നത് ചെറിയ കാര്യമല്ല. കാരണം റിലയൻസ് ഇതിനകം ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി കോംപ്ലക്സ് നിർമ്മിച്ച കമ്പനിയാണ്. ഇത് ഗുജറാത്തിലെ ജാംനഗറിലുള്ള ഒരു റിഫൈനറിയെ കുറിച്ചാണ് പറയുന്നത്. ഇത് ലോകത്തിലെ ലാർജസ്റ്റ് റിഫൈനിങ് കോംപ്ലക്സ് ആയി അറിയപ്പെടുന്നു. അതിനാൽ അമേരിക്കയ്ക്ക് മെഗാ സ്കെയിൽ റിഫൈനിങ് എക്സ്പെർട്ടൈസ് നൽകാൻ റിലയൻസ് ഏറ്റവും അനുയോജ്യമായ കമ്പനിയാണെന്നതാണ് വിലയിരുത്തൽ. ഈ ഒരു പ്രഖ്യാപനം വന്ന സമയം അത്ര സാധാരണമല്ല. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ വലിയ സംഘർഷാവസ്ഥയാണെന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം കടുത്തിരിക്കുകയാണ് ഇപ്പോൾ. ഇതിന്റെ ഫലമായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപാതയായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വളരെ വലിയ സംഘർഷ കേന്ദ്രമായി തന്നെ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ സ്വന്തം രാജ്യത്തിനുള്ളിൽ കൂടുതൽ റിഫൈനിങ് കപ്പാസിറ്റി നിർമ്മിക്കാൻ ശ്രമിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഒരു കാര്യം മാത്രമാണ്: എനർജി ഡോമിനൻസ്. അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ എനർജി പവർ ആകണം. അതിന് കൂടുതൽ ഓയിൽ റിഫൈനിങ്, നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ കോൾ എനർജി എല്ലാം വീണ്ടും ശക്തിപ്പെടുത്തണം എന്നതാണ് ട്രംപിന്റെ നിലപാട്. കാനഡയിൽ നിന്ന് വരുന്ന ഹെവി ക്രൂഡ്, ലാറ്റിൻ അമേരിക്കൻ ക്രൂഡ് ഇവയെ പ്രോസസ് ചെയ്ത് ലോക വിപണിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ടെക്സാസിലെ ഗൾഫ് ഓഫ് മെക്സിക്കോ കടലിലേക്ക് നേരിട്ട് ഡീപ്പ് വാട്ടർ ആക്സസ് ഉള്ളത് ഇതിന്റെ വലിയൊരു ഗുണമായി തന്നെ നിലനിൽക്കുന്നു. ഇനി പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. എന്താണ് ഇന്ത്യക്ക് ഗുണം? ഇന്ത്യക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ലാഭം? വളരെ വലിയ ഗുണങ്ങളാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. ഒന്ന്, റിലയൻസ് ഇൻഡസ്ട്രീസ് അമേരിക്കൻ എനർജി സെക്ടറിലേക്ക് ശക്തമായി പ്രവേശിക്കുന്നു. രണ്ട്, ഇത് ഇൻഡോ US എക്കണോമിക് പാർട്ട്ണർഷിപ്പ് കൂടുതൽ ശക്തമാക്കുമെന്നതാണ്. മൂന്നാമതായി നിലനിൽക്കുന്നത് ലോക എനർജി ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ പങ്ക് വലിയ രീതിയിൽ തന്നെ ഉയർത്തി കാണിക്കും. ഇത് ഇന്ത്യയുടെ ഗ്ലോബൽ ഇൻഫ്ലുവൻസ് കൂട്ടാനും വലിയ രീതിയിൽ വഴി തുറക്കുമെന്നത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും.